നീ എന്തിനാ കരയുന്നേ? നീ കാരണം സുധീറിന്റെ കണ്ണ് പോയെന്ന് ഓർത്തിട്ടാണോ? അവന് കണ്ണ് ഞാൻ കൊടുക്കും. എങ്ങനെ? ഡേയ്, ജയ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫോൺ ചെയ്ത് ഡോക്ടർ നീരജനോട് ഒരാൾ നേത്രദാനം ചെയ്യാൻ വരുന്നുണ്ട്, ഓപ്പറേഷൻ റെഡിയായി നിന്നോളം പറ. അതാരാടാ ബണ്ണി? Listen to me, the man, the bunny, is he? Don't play naughty, see what I mean? The power he has is forever. Bunny, he's the macho man. Bunny, don't play the thing you can. Bunny, he's got the style of the future. Bunny, the attitude is high. Bunny, Bunny. ആരാടാ നീ? എന്തിനാണ് തല്ലുന്നത്? നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത്? എന്റെ അമ്മോ! എടാ, അത് തീയാണ്ട, പൊള്ളി പോടാ. Nobby, nobby, gundenta nobby. എടാ മോനെ, നീ ഞാൻ തമ്മിൽ പരിചയമില്ല, ഒന്ന് കാര്യം പറഞ്ഞിട്ട് അടിച്ചോ. ഇത് ആശുപത്രിയാണല്ലോ. ഇതിലൊപ്പിട. ഡോക്ടറാ? എന്തിനാ ഒപ്പിടുന്നേ? ഇടാലോ. സൂര്യ, അണ്ണാ, എന്തു പറ്റിയടാ? എന്റെ കണ്ണ് മോഷ്ടിച്ചണ്ണാ. കണ്ണ് മോഷ്ടിക്കുന്ന എങ്ങനെടാ? ചായ കുടിക്കായിരുന്നണ്ണ, ഒരുത്തൻ വന്ന് എന്നെ അടിച്ചിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി. അവൻ ആരാണെന്ന് അന്വേഷിച്ചോടാ? അന്വേഷിച്ചപ്പോ കറുത്ത ഒരുത്തനാന്നാ പറഞ്ഞത്. അതേണ്ട, അവൻ നല്ലോണം കറച്ചിട്ടാണല്ലോടാ. There are 3 levels in which morphology can be classified. They are ഫ്രണ്ട്സ്, സുധീർ ഇതിനു മുമ്പ് ഈ കോളേജിൽ ഉണ്ടായിരുന്നു. ഇനിയും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. പ്ലീസ് വെൽക്കം ഹിം. മണ്ണി, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഞാൻ ഈ കോളേജിൽ വരുമെന്നും എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. സുധീർ, എന്താ ഇത്? നീ ഒരു കളക്ടർ ആവണം നിന്റെ അച്ഛനമ്മമാരുടെ മോഹം. ഉഴപ്പി നടക്കരുത്, അത് നിറവേറ്റണം. ബണ്ണി മോനെ, നീ എന്നും മറ്റുള്ളവർക്ക് ഉപകാരിയായിരിക്കുമെന്ന് ഒരു മഹത് വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ആസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഇപ്പോൾ നിനക്ക് 100 മാർക്ക് തരിക ഞാൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. എങ്ങനെയാ ഞാൻ നന്ദി പറയേണ്ടത് നിന്നോട്? ദായി കണ്ണീര് പോരെ. ഗുഡ് മോർണിംഗ് സർ. ആ മഹാദേവൻ, വാ വാ വാ, ഇരിക്കിരിക്കും. അല്ല, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒന്നുമില്ല സർ, സാറിന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാമെന്ന് കരുതി.
എടാ മോനെ തരുൺ സർ എന്റെ മകനാണ് അങ്ങ് അമേരിക്കയിലാണ്. എനിക്കറിയാം. എന്റെ മോളെ ഇവന് വേണ്ടി കല്യാണം ആലോചിക്കാൻ വന്നാണല്ലേ? സർ അത് നീ ഒന്നും മിണ്ടണ്ട. സൂട്ടും കോട്ടും ഒക്കെ ഇട്ടാൽ സ്റ്റാറ്റസ് ഉണ്ടാവുന്ന കരുതിയോ? നിനക്ക് എന്റെ ഒരു രോമത്തിന് വിലയുണ്ടോടാ? എന്റെ കയ്യിൽ നിന്ന് വീഴുന്ന എച്ചിലിന് വേണ്ടി എന്റെ കാൽക്കൽ ഒരു പട്ടിയെ പോലെ നടന്നൊക്കെ മറന്നുപോയോ നീ? ഓരോ മനുഷ്യന്റെ അവസ്ഥ എന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ സർ. ഈ 20 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് വളർന്നു. ശരിയായിരിക്കും. 20 വർഷം മുമ്പ് എന്റെ ഷൂവിന്റെ വില വെറും 500. ഇപ്പൊ അത് 5000. വില കൂടുതലാണെന്ന് പറഞ്ഞ് ഈ ഷൂ എടുത്ത് എന്റെ തലയെ വെക്കാൻ പറ്റില്ലല്ലോ. കാലില് തന്നെ ഇടണം. നീയും ഇതുപോലെയാ. എന്റെ മോള് മഹാറാണിയാ. അവളെ ഒന്ന് നോക്കണമെങ്കിൽ പോലും നീ നിന്റെ മോന് ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. ക്ഷമിക്കണം സാർ, എന്നോടൊന്നും തോന്നരുത്. അങ്ങനെയൊന്നും ആഗ്രഹിച്ചു പോയി. സാർ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു ദേഷ്യമില്ല. വരട്ടെ സാർ. വടാ. എന്റെ മോളെ ചോദിക്കാറായോടാ? വരട്ടെ. അവളെ കെട്ടേണ്ടവൻ അത്ര ടോപ്പില് ആകാശത്തിലാ ഉണ്ടാവേണ്ടത്. ഹായ്, ബ്യൂട്ടിഫുൾ. ഈ ഡ്രസ് സെലക്ട് ചെയ്യാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒക്കെ മഹി പറഞ്ഞിട്ടല്ലേ? പക്ഷെ രാത്രിയിലെങ്ങാനും എന്റെ ഡാഡി എണീറ്റാലോ? ആ പേടിയെ വേണ്ട. നിങ്ങളുടെ വീട്ടിലെ പാലിൽ ഞാൻ മയക്കുമരുന്നിട്ടു. അത് കുടിച്ച് അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ട് ഉറങ്ങുക. ഇന്നിനി എണീക്കില്ല. അതൊക്കെ വിട്. വന്ന് ഈ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യ്. കമോൺ. ഹലോ സ്കൈ, മൂൺ, സ്റ്റാർസ്, ഓഷ്യൻ, ലെറ്റ് മീ സെലിബ്രേറ്റ് മഹി ഓൺ യുവർ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു മഹാലക്ഷ്മി. ഇത് ശരിക്കും ത്രില്ലിംഗ് ആണ് ബണ്ണി. ഇങ്ങനെ ഭൂമിക്കും ആകാശത്തിനും മധ്യത്തിൽ നിലാവത്തെ സമുദ്രത്തെ കണ്ടുകൊണ്ട് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞ ഇറ്റ്സ് റിയലി ഫാന്റാസ്റ്റിക്. ഓ യെസ്, ഇത് മാത്രമല്ല, ഇനി ഇതുപോലെ കുറെ ഉണ്ട്. വാ, കാണിച്ചു തരാം. ചേട്ടാ, ഒരു സ്പെഷ്യൽ ടീ എടുക്കും. ഇപ്പൊ തരാം. ഹായ് ഫ്രണ്ട്സ്, വാ വാ വാ. ഇന്ന് മഹാലക്ഷ്മിയുടെ ബർത്ത്ഡേയാ. എല്ലാവരും ഈ ബണ്ണ് വാങ്ങിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറ. ദാ പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു മഹാലക്ഷ്മി. എന്തെങ്ങനെ നോക്കുന്ന? ഇത് ശരിക്കും ത്രില്ലിംഗ് ആയിട്ടുണ്ട്. തീർന്നില്ല. ഇനിയാണ് ഗാനമേള, റെക്കോർഡിംഗ്, ഡാൻസ്. വാ ചായ കുടിക്കാം. ചായ കുടിക്കാൻ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്? പോയി വാങ്ങിച്ചോട്ടോ. കണ്ണു പോയിട്ടും അഹങ്കാരം പോയില്ല. നീ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നീ ഇപ്പോ എന്താ പറഞ്ഞെന്ന്? ഇനി ചെവി മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണോന്ന്. പൂച്ചയ്ക്ക് കണ്ണില്ലാതായാൽ എലിയും തട്ടിക്കളിക്കും എന്ന് പറയും പോലെ ഞാനൊരു കോമാളിയായി. ആരെങ്കിലും കണ്ടാൽ കണ്ണുപൊട്ടനാൻ തോന്നരുത്. അല്ല ആക്ട് ചെയ്യണം. ഡാ, അവിടെ ജീപ്പിൽ ഒരു പണിയില്ല, ഒരു പൊട്ടക്കണ്ണ ഇരിപ്പുണ്ട്. ഒരു ചായ കൊണ്ട് കൊടുക്ക്. ഇവിടെ പൊട്ടക്കണ്ണനുള്ളത് താനാണോ? ആരാടാ പൊട്ടക്കണ്ണൻ? കണ്ണട വെച്ച പൊട്ടക്കണ്ണനാവോ? കൈ മെനക്കെടുത്തരുത് മോനെ. വിരല് ചൂണ്ടിയപ്പോ എനിക്ക് മനസ്സിലായി ആരാ പൊട്ടക്കണ്ണെന്ന്. എന്നാ വിടി. അവന്റെ അമ്മയുടെ ഒരു വിരല്. മണ്ണി, സൂര്യനല്ലടാ അത്. എടോ സൂര്യ, സുഖമല്ലേ നിനക്ക്? പരമസുഖ. എവിടെ പോണ്? ഒരു സിനിമയ്ക്ക് ഇറങ്ങിയതാ. കണ്ടോ കാണാൻ പോകുന്നേ ഉള്ളോ? പോകുന്നേ ഉള്ളൂ. അല്ല, തന്റെ കണ്ണാരോ മോഷ്ടിച്ചെന്ന് പറഞ്ഞു. ചുമ്മാതിരിക്കടാ. മോഷ്ടിക്കാൻ ഇതെന്താ പൈസയാ? ഈ സമൂഹത്തിലെ അഴിമതികൾ കാണാൻ വയ്യഞ്ഞിട്ട് ഞാൻ ഒരാൾക്ക് അത് ദാനം ചെയ്താ. സമൂഹം നന്നാകുകയാണെങ്കിൽ ഞാൻ വേറെ കണ്ണു വെച്ചോളാം. എന്താ പോരെ? നല്ല ഐഡിയ. ഇങ്ങനെ തന്നെ വേണം. വരട്ടെ. കണ്ണുള്ളപ്പോ ആരും അതിനെ കുറിച്ച് ചോദിക്കില്ല. പോയപ്പോഴാ ചോദ്യങ്ങള്. ചാവണതാ ഭേദം. എടാ, ആ സൂര്യന് നീ അവന്റെ കണ്ണെടുത്തെന്നറിയാം. എങ്ങനെ അറിയാനാടാ? അതിന് എന്നെ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ? എന്നാലും അവന്റെ കാര്യം കഷ്ടമല്ലേടാ. കണ്ണിന്റെ വില എന്താണെന്ന് അവനും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ. നീ ടെൻഷൻ അടിക്കണ്ട. അവന് കണ്ട് വേറെ പഠിപ്പിക്കാം. ആ എന്താ വേണ്ടത്? ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു തരണം. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യൂ.
ബണ്ണി നിനക്കടാ ഫോൺ. ആരാന്ന് ചോദിക്കേ. ചോളവാരത്ത് നിന്ന് ജാനകിയാണെന്ന് പറഞ്ഞാ മതി. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് സുഖമല്ലേ? എനിക്ക് സുഖമാണ്. നിനക്കെങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല അമ്മേ. എന്താ അമ്മേ? വരുന്ന 22-ാം തീയതി രഥോത്സവമല്ലേ? നീ വന്ന് കൈവച്ചില്ലെങ്കിൽ രഥം അനങ്ങില്ല. അത് ഓർമ്മിപ്പിക്കാനാ ഫോൺ ചെയ്തത്. ഓർമ്മയുണ്ടമ്മേ. എന്തൊക്കെ മറന്നാലും അത് മറക്കില്ലല്ലോ. ഞാൻ ഉറപ്പായിട്ടും വരും. പിന്നെ വെല്ലിച്ചിന്റെ കാര്യം എന്തായമേ? ഗവർണർക്ക് ഹർജി കൊടുത്തിരുന്നു. രഥോത്സവ ദിവസം ജയിലിൽ നിന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നാണ് പറഞ്ഞത്. ചോളവാരത്തേക്ക് ഒരു ടിക്കറ്റ്. കരയാതെ മോനെ. നമ്മുടെ എല്ലാ ജീവൻ പോയാലും ശരി, നമുക്ക് ഇവരെ കാത്തു രക്ഷിക്കണം. നമ്മുടെ മകനായിട്ട് വളർത്തണം. എന്നോട് പറയൂ. പേടിയാവണ്ട. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കോ. എവിടെടി കൊണ്ടുവന്ന കുഞ്ഞെവിടെയാന്ന് അകത്തുണ്ട്. എടുത്തോണ്ട് പോയിക്കോളൂ സാർ. കൊണ്ടുപോകരുത്. വേണ്ടടാ, വേണ്ട. കുഞ്ഞിനെ കൊല്ലല്ലടാ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ജീവൻ പണയം വെച്ച് കൊണ്ടുവന്ന എന്റെ തമ്പുരാന്റെ കുഞ്ഞിനെ നീ കൊല്ലാൻ കൊടുത്തില്ലേടി? ഞാൻ കൊടുത്തത് നിങ്ങൾ കൊണ്ടുവന്ന കുഞ്ഞിനെ അല്ല ഏട്ടാ, നമ്മുടെ കുഞ്ഞിനെയാ. എന്താ നീ പറഞ്ഞത്? അതെ ഏട്ടാ, നിങ്ങൾ കൊണ്ടുവന്ന ആ കുഞ്ഞ് ഇവിടെ ജീവനോടെ ഉണ്ട്. ഭർത്താവിന്റെ ജീവന് വേണ്ടി ചാരിത്രം ഉപേക്ഷിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവാം. അതിനുവേണ്ടി മാതൃത്വം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു സ്ത്രീ ആദ്യമായിട്ട് കാണുക. നീ ഒരു സാധാരണ സ്ത്രീയല്ല, നീ ഒരു ദേവതയാ. ഇവനെ നമുക്ക് ദൈവം തന്നതല്ലേ, നമ്മുടെ കുഞ്ഞ ഇവൻ. ഞാൻ പെറ്റ കുഞ്ഞ്, ഞാൻ പെറ്റ ദൈവനെ.